അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ബെല്ലൈക്കൺ അമർത്താനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 9 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തത്. ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്കതിൻ്റെ ബാക്കി എടുക്കേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവരുടെ ഗതി എന്താകുമെന്ന് ഭയപ്പെടുന്നവർ അതേവിധം മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും ഭയപ്പെടട്ടെ. അങ്ങനെ അവർ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യട്ടെ എന്നാണ് ഇന്നലെ നാം അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അള്ളാഹ് നമുക്ക് 10-ാമത്തെ ആയത്തിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറൻ വസയസ്ലൗന സഈറാ. എന്താണ് 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീ മാത്രമാകുന്നു. പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതുമാണ്. അനാഥകളുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കുന്നത് കടുത്ത പാപമാണെന്നും അതിലൂടെ പരലോകത്ത് നരക ശിക്ഷയാണ് ലഭിക്കുക എന്നും അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന എല്ലാ തങ്ങന്മാരെന്ന് പറഞ്ഞ ഈ സിദ്ധന്മാരുണ്ടല്ലോ, വ്യാജ സിദ്ധന്മാര്, ഇവരെയൊക്കെ കുറിച്ചിട്ടാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. യതീമക്കളുടെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ആ പിരിക്കുന്ന പൈസയിൽ നിന്നും 1 രൂപ പോലും നമുക്ക് അർഹതപ്പെട്ടതില്ല. ആ പൈസയിൽ നിന്നും കൂടെയുള്ള സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്, കള്ളസ്വാമിമാരുണ്ട്. അവരെ കുറിച്ചൊക്കെയാണ് ഈ ആയത്ത് പറയുന്നത്. അതായത് യതീമിന്റെ മുതൽ തിന്നുന്നവരെക്കുറിച്ച്. അത്രത്തോളം ഭയാനകരമാണ്. അവർക്ക് നാളെ നരകത്തിൽ കത്തിയെരിയുന്നതാണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അനാഥകളുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കുന്നത് കടുത്ത പാപമാണെന്നും അതിലൂടെ പരലോകത്ത് നരകശിക്ഷയാണ് ലഭിക്കുക എന്നും അല്ലാഹു തആല വളരെ വ്യക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാം പറയുന്ന ഈ സിദ്ധന്മാരുണ്ടല്ലോ, ഒരുപാട് ആറ്റക്കോയകൾ നമ്മുടെ നാട്ടിൽ കാണാം. അപ്പോൾ ഇവരെല്ലാം ഈ യതീമക്കളുടെ മുതലെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അല്ലാഹു തആല കാണുന്നുണ്ടല്ലോ. അപ്പോൾ 1 രൂപ അതിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് 11-ാമത്തെ ആയത്തിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിസ്സകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ فإن كن نساء فوق 2 فلهن ثلاث ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصى بها أو دين آباؤكم
إخوانكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. എന്താണ് സുഹൃത്തുക്കളെ 11-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്? നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ഒരു ആണിന് 2 പെണ്ണിൻ്റെ ഓഹരിക്ക് തുല്യമായതുണ്ട്. ഇതെല്ലാം മരണപ്പെട്ടയാൾ ചെയ്യുന്ന വസിയത്തോ കടമോ കഴിച്ചുള്ളതാണ്. ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിൻ്റെ അടിത്തറയാണിത്. മക്കൾ, മാതാപിതാക്കൾ എന്നിവരുടെ ഓഹരികൾ വ്യക്തമായി നിർണയിക്കുന്നു. ജാഹിലിയ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഈ ആയത്തിലൂടെ കൃത്യമായ ഓഹരി ഉറപ്പാക്കി. പുരുഷന് ഇരട്ടി ഓഹരി ലഭിക്കുന്നത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അവരിലായതുകൊണ്ടാണ്. അടുത്തതായി 12-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. വലക്കും നിസ്ഫു മാ തറക അസ്വാജുകും ഇല്ലൻ യകുല്ലഹുന്ന വലദുൻ ഫഇൻ കാന ലഹുന്ന വലദ് فلكم الربع مما تركن من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين فإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم. എന്താണ് സുഹൃത്തുക്കളെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? നിങ്ങളുടെ ഭാര്യമാർക്ക് സന്താനമില്ലെങ്കിൽ അവർ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണിത്. ദമ്പതികൾ തമ്മിലുള്ള അനന്തരാവകാശവും കലാലത്ത്, അതായത് മക്കളോ മാതാപിതാക്കളോ ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലെ നിയമങ്ങളും ഇത് വിശദീകരിക്കുന്നുണ്ട്. മയ്യത്തിൻ്റെ കടം വീട്ടിയതിനും വസിയത്ത് നടപ്പിലാക്കിയതിനു ശേഷം വേണം സ്വത്ത് വിഭജിക്കാനെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെവരെയും ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ നമ്മളും അതിൻ്റെ ഒരു പങ്ക് നമുക്കും അവകാശപ്പെട്ടതാണ്. അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.